ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഓണം സിനിമകൾ ഇന്നലെ മുതൽ റിലീസായിട്ടുണ്ട്. അത് ഞാൻ ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഈ വീഡിയോ വരുമ്പം അടുത്തൊരു ദിവസമാവും. ഞാൻ സെക്കൻഡ് ഷോ ആണ് കണ്ടത്. അതായത് ആദ്യത്തെ പടം. ഓരോ പടങ്ങളും വരും ദിവസങ്ങളിൽ റിവ്യൂ ഇടും. അപ്പം ഇന്ന് കണ്ടതെന്ന് പറഞ്ഞാൽ ലോക ചാപ്റ്റർ 1 ചന്ദ്ര കണ്ട്. കീടിലം പടം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ റൈറ്റർ ഡൊമിനിക് അരുൺ. ഈ ഒരു പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ഒരു പടേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം കുറേ ഒരു ബ്രേക്കിന് ശേഷം ഈ നല്ലൊരു വർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു പടം നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പുള്ളിക്കാരൻ അത് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ഹോളിവുഡ് ലെവല് അതൊരു മോളിവുഡിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു പടം. തീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൽക്കി കണ്ടു കാണുമല്ലോ. അതായത് ഹിന്ദു മിത്തോളജിയെ ബേസ് ചെയ്തൊരു സ്റ്റോറിയാണ് കൽക്കി, പ്രഭാസിൻ്റെ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഈ ഹിന്ദു മിത്തോളജിയെ ബേസ് ചെയ്ത് കുറേ സ്റ്റോറികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെ എല്ലാം കൂടി ചേർത്ത് ഒരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഇതെവിടെങ്കിലും ഇത് പാളാൻ സാധ്യതയുള്ളൊരു സ്റ്റോറിയായിരുന്നു. അത് എവിടെയെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ആയിക്കഴിഞ്ഞാൽ ഈ പടം പഞ്ചറായി പോവും. പക്ഷെ അത് നല്ല വൃത്തിക്ക് ആ റൈറ്റിങ് ചെയ്ത് കിടിലിനാക്കി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാറിങ് നിങ്ങൾ ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടു കാണും. ഇതിനകത്ത് മെയിൻ റോൾ ചെയ്തേക്കുന്നത് പറഞ്ഞാൽ കല്യാണി പ്രിയദർശനാണ് ചെയ്തേക്കുന്നത്. കിടിലം റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ കല്യാണി ഇത് നശിപ്പിക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം പുള്ളിക്കാരിയുടെ നേരത്തെ പടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുമ്പോൾ ചിലപ്പം ഓരോ ഓവർ ആക്ടിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചെയ്യിച്ചതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കും. അതേപോലെയാണ് കല്യാണം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല രീതിയിൽ, അതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കല്യാണി എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുത്ത് ചെയ്തതിൻ്റെ കൂട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആക്ഷൻ സീനൊക്കെ ഉണ്ട്, കിടിലൻ ആക്ഷൻ സീൻ. അതായത് ഇപ്പോൾ മലയാളത്തിൽ നോക്കുവാണെങ്കിൽ അതേപോലെ ആക്ഷൻ സീൻ ചെയ്യുന്ന ഒരു ആക്ട്രസ് കുറവാണ്. കുറേ അലവരാതികൾ ആക്ട്രസ്മാർ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ട് 2000-ന് ശേഷം, നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പറഞ്ഞ് സമയം കളയാൻ വയ്യ. അപ്പോൾ അതുപോലെ ആക്ട്രസ്മാരുണ്ട്. അവരൊക്കെ ചെയ്യുന്ന റോളെന്ന് പറഞ്ഞാൽ മുഖത്ത് ചായവും തേച്ച് ഒരു ചെറുക്കൻ്റെ പുറകെ നടക്കുക, കെട്ടിപ്പിടുത്തുക, ഉമ്മ വെക്കുക, അങ്ങനെ ഒരു ലവ് ട്രാക്ക്, അങ്ങനെയുള്ളൊരു സ്റ്റോറിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലയാള സ്റ്റോറിയിൽ. ഇത് വേറിട്ടൊരു സ്റ്റോറി. ഇപ്പം ഈ മലയാളത്തിലെ ഏറ്റവും നല്ലൊരു ആക്ട്രസ്സായിട്ട് എന്നിട്ട് ഒരു ഈ കല്യാണിയുടെ ഈ ഒരു ഇത്രയും കാലിബർ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി നമുക്ക് വേറെ ലെവലിൽ കൊണ്ടുപോകുന്ന കാണിക്കാം. അതുപോലെ പെർഫോമൻസ് ചെയ്ത് നല്ലോണം കാണിച്ചിട്ടുണ്ട്. ആക്ഷൻ സീനൊക്കെ കിടിലിനാക്കിയിട്ടുണ്ട്. ഇതേപോലെ എനിക്ക് ലേഡീസ് ആക്ഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സമന്ത ചേച്ചി ആക്ഷൻ സീക്വൻസ് അനായാസം ചെയ്യും. നമുക്ക് ആ വഴക്കൊക്കെ കാണുമ്പോൾ അറിയാം. പിന്നെ വേറെ ആക്ട്രസ്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. പൂജ ഹെഡ്ജ് ചെയ്യും. പിന്നെ കീറ അദ്വാനി നല്ല ആക്ഷൻ ചെയ്യും കങ്കുവായിക്കകത്തെ. പിന്നെ ഇവിടെ പൂജ ബലേക്കർ എന്ന് പറഞ്ഞൊരു ബോളിവുഡ് ആക്ട്രസ്, വലിയ ഫേമസ് അല്ല, പുള്ളിക്കാരിയും ആക്ട്രസ് ആക്ഷൻ നല്ലോണം ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ മലയാളത്തിൽ നിന്ന് ഒരു ആക്ട്രസ് വരുമെന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു പടം കണ്ടപ്പോൾ കല്യാണിയോട് നമുക്ക് അറിയാതെ ഒരു ഇഷ്ടം തോന്നിപ്പോയി. ആ ഒരു ലുക്ക് ബേസിലായാലും ഇതേപോലെ ഒരു ലുക്ക് ബേസിലായാലും ഇടയ്ക്ക് നല്ല ആക്ഷൻ സീൻ കാണിക്കുന്നു. ഈ ഒരു സിനിമയുടെ ആദ്യത്തെ ഒരു സീൻ തുടങ്ങിയപ്പോൾ തന്നെ പടം ഏത് ലെവലിൽ പോകുന്നത് നമുക്കറിയാം. പിന്നെ അതിനകത്ത് ഒരു ബിൽഡപ്പാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞ ഒരു ബിൽഡപ്പ് ചെയ്ത് ഒരു ഇൻ്റർവെൽ കൊണ്ടുവരുന്നത്. ഇൻ്റർവെല്ലിലാണ് അതിൻ്റെ ഒരു പവർ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ ഒരു ലെവലിലോട്ട് കുറേ കാമിയോസ് വരുന്നുണ്ട്. കുറേ അധികം കാമിയോസ് വരുന്നുണ്ട്. അത് പറയണ്ട, നിങ്ങൾ എന്തുവരും പടം കണ്ട്, അത് മോശമാണ്. അപ്പോൾ അത് ഇത്രയും പേര് കാമിയോസ് ഞാൻ പറയുന്നില്ല. ഇത്രയും നിങ്ങൾ പടം കണ്ട് തന്നെ എൻജോയ് ചെയ്യുക. ഈ ഓണം ഇനിയും പടങ്ങളൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നെസ്ലൈൻ ചെയ്യുന്നുണ്ട്. നെസ്ലൈൻ, ചന്തു സലീംകുമാർ. പിന്നെ ഇതിനകത്ത് എഡിറ്റിംഗ് പറഞ്ഞാൽ ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് കിടിലിനാക്കിയിട്ടുണ്ട്. പിന്നെ ജെക്സ് ബിജയുടെ മ്യൂസിക് ഓരോ സീനിലും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് പിന്നെ സാൻഡി വന്നിട്ടുണ്ട്. അതായത് ലിയോയ്ക്കകത്ത് സാൻഡി ഉണ്ട്, സാൻഡി മാസ്റ്റർ വന്നിട്ടുണ്ട്. അതും നല്ലോണം വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ റോൾ എന്തെന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും. എന്തുമായാലും നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ കുറേ വന്നിട്ടുണ്ട്. ഇതിനും ഒരു സെക്കൻഡ് പാർട്ട് വന്നിട്ടുണ്ട്. ആ സെക്കൻഡ് പാർട്ട് എങ്ങനെ നിർത്തിയേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സിനിമ തീർന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ തിയേറ്റർ വിടാതെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവസാനം അതിനുള്ള മറുപടി കാണിക്കും. അപ്പം കുറേ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നിലെ സിനിമാ പ്രേക്ഷകനെയാണ്. പക്ഷേ എനിക്ക് കല്യാണി പ്രിയദർശനോട് ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ട്രസിനോട് ഒരു ഇഷ്ടം തോന്നിപ്പോയി. അതുപോലെ നല്ലോണം ചെയ്തു വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരും. ഇഷ്ടംപോലെ പടങ്ങൾ വരുന്നുണ്ട്. ഇപ്പം ഇറങ്ങിയ ഹൃദയപൂർവ്വത്തിന് പോസിറ്റീവ് റിപ്പോർട്ട് കിടക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ല. കണ്ടിട്ട് ഞാൻ റിവ്യൂ ഇട്ടേക്കാം. ഓടും കുതിര ചാട്ടും കുതിര, പിന്നെ അതിനുശേഷം കുറേ പടങ്ങൾ വരുന്നുണ്ട്. പിന്നെ ശിവകാർത്തിൻ്റെ പടങ്ങൾ, ഓണം ഇഷ്ടംപോലെ പടങ്ങളുണ്ട്. ഓണത്തിന് കാണാനും കുറച്ച് പടങ്ങൾ വേണ്ടേ? ഓരോ പടങ്ങളുമായിട്ട് റിവ്യൂ വരാം. അതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.